നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അന്താരാഷ്ട്ര വിമാന സർവീസുകൾക്കുള്ള നിരോധനം പിൻവലിച്ച പശ്ചാത്തലത്തിൽ യാത്രക്കാർക്കായി നിരവധി നിബന്ധനകളാണ് പുറത്തിറക്കിയിട്ടുള്ളത്. വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ യാത്ര ചെയ്യുന്നവർ ചെയ്യേണ്ട ഒട്ടുമിക്ക കാര്യങ്ങളും പുറപ്പെടുവിച്ചിരിക്കുകയാണ് അധികൃതർ. ഇപ്പോഴത്തെ വിദേശത്ത് നിന്നെത്തുന്ന പ്രവാസികളുടെ വാക്സിനേഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ പ്രത്യേക ഓൺലൈൻ പ്ലാറ്റ്ഫോം തയ്യാറാക്കിയിരിക്കുകയാണ് സൗദി അധികൃതർ. യാത്രയ്ക്ക് മുമ്പ് പ്രവാസികളുടെ വാക്സിനേഷൻ വിവരങ്ങൾ ഈ ഓൺലൈൻ പോർട്ടലിൽ എൻ്റർ ചെയ്തിരിക്കണമെന്നതാണ് എയർലൈൻ കമ്പനികൾക്ക് സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സ്വദേശികളുടെയും നേരത്തെ ക്വാറന്റൈൻ വ്യവസ്ഥയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരുടെയും വാക്സിനേഷൻ വിവരങ്ങൾ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണമെന്നില്ല. മുഖീം സിസ്റ്റത്തിന്റെ www.mukhim.sa/vaccine-registration/home എന്ന ലിങ്ക് വഴിയാണ് വാക്സിനേഷൻ വിവരങ്ങൾ നൽകേണ്ടത്. ഓൺലൈൻ പോർട്ടലിൽ നൽകിയിരിക്കുന്ന യാത്രക്കാരുടെ വാക്സിനേഷൻ വിവരങ്ങൾ തവക്കൽന ആപ്പുമായി ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടിയാണിത്. ഇതോടെ യാത്രക്കാർ സൗദിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ വിവരങ്ങൾ സൗദി അധികൃതർക്ക് ആപ്പ് വഴി ലഭ്യമാകും. സൗദിയിലേക്കുള്ള യാത്രാ നടപടികൾ സുതാര്യമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്നും അതോറിറ്റി അറിയിക്കുകയുണ്ടായി. ആഭ്യന്തര മന്ത്രാലയം, ആരോഗ്യ മന്ത്രാലയം, ഏവിയേഷൻ അതോറിറ്റി, സൗദി ഡാറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതോറിറ്റി എന്നിവയുമായി സഹകരിച്ചാണ് ഈ പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ യാത്രക്കാരന്റെ പേര്, ജനനത്തീയതി, പാസ്പോർട്ട് നമ്പർ, രാജ്യം, ഫ്ലൈറ്റ് നമ്പർ, വരുന്ന ദിവസവും സ്ഥലവും, എയർലൈൻ വാക്സിൻ എടുത്ത രാജ്യം, വാക്സിൻ ഇനം, ഒന്നാം ഡോസ് എടുത്ത തീയതി എന്നിവയാണ് ഈ പ്ലാറ്റ്ഫോമിൽ യാത്രക്കാർ പൂരിപ്പിക്കേണ്ടത്. ബന്ധപ്പെട്ട എയർലൈൻസ് കമ്പനികൾക്കാണ് ഓൺലൈൻ ഫോറം പൂരിപ്പിച്ച് നൽകാനുള്ള ചുമതല നൽകിയിട്ടുള്ളത്. അതേസമയം യാത്രക്കാർ വാക്സിൻ സർട്ടിഫിക്കറ്റ് പ്രിന്റ് എടുത്ത് കൂടെ കരുതണമെന്നും അതോറിറ്റി അറിയിച്ചു. സൗദിയുടെ യാത്രാ നിരോധന പട്ടികയിൽ ഉൾപ്പെടാത്ത രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാരുടെ വിവരങ്ങളാണ് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യേണ്ടതെന്നും നിർദ്ദേശമുണ്ട്. മെയ് 20 മുതൽ പൂർണ്ണ വാക്സിൻ എടുത്തവർക്കും കോവിഡ് ഭേദമായവർക്കും രാജ്യത്ത് ഹോട്ടൽ ക്വാറന്റൈൻ വേണ്ടെന്ന് നേരത്തെ സൗദി അറേബ്യ വ്യക്തമാക്കിയിരുന്നു. സൗദി ആരോഗ്യ മന്ത്രാലയത്തിന്റെ അംഗീകാരമുള്ള ഫൈസർ, ആസ്ട്രസെനക, കോവിഷീൽഡ്, മൊഡേണ, ജോൺസൺ ആൻഡ് ജോൺസൺ എന്നിവയിൽ ഏതെങ്കിലും വാക്സിനുകൾ എടുത്തവരാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. വാക്സിൻ സർട്ടിഫിക്കറ്റ് ആ രാജ്യത്തെ ആരോഗ്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ സർട്ടിഫൈ ചെയ്തതായിരിക്കണം. വാക്സിൻ എടുത്ത് 14 ദിവസം കഴിഞ്ഞേ യാത്ര സാധ്യമാകൂ. സൗദിയിലേക്ക് വരുന്നതിന് 72 മണിക്കൂർ മുമ്പാണ് ഓൺലൈൻ ഫോം പൂരിപ്പിക്കേണ്ടത്. ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഈ സർട്ടിഫിക്കറ്റ് പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്നും അധികൃതർ എയർലൈൻ കമ്പനികൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.